ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നന്ദനാന്നാണ്. പ്രത്യേകിച്ച് ഫാൻസി പേരൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഫാൻസി പേര് എനിക്ക് എന്തായി പോവോ അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല എന്നൊക്കെ ഇടാം. പക്ഷെ ഒരു 100 നന്ദനന്മാരുണ്ടാവും, 100 നന്ദന സുരേഷ് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ കുഴപ്പമില്ല, സ്വന്തം പേര് മാറ്റാൻ പറ്റില്ല എന്ന് വെച്ചു ഞാൻ അത് തന്നെ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വിഷൻ ബോർഡ്. ഫ്രഷ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും 2025 ഞാൻ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് കേൾക്കണത്. അതിന് മുമ്പ് ആൾക്കാർ ഉണ്ടാക്കിയിരുന്നു എന്നുവെച്ചാൽ 2025 തുടക്കത്തിൽ എന്ന് വെച്ചാൽ 2024 അവസാനമായപ്പോൾ. അതിന് മുമ്പ് പക്ഷെ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിനെപ്പറ്റി അറിവില്ല. ഓക്കെ, ഞാൻ കഴിഞ്ഞ വർഷം കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ എൻ്റെ വിഷൻ ബോർഡിൽ ഇങ്ങനെ ഉണ്ടായി, എന്നിട്ട് ഞാൻ ഇതൊക്കെ അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പം എനിക്കും ആഗ്രഹം അപ്പം എന്താണ് ഞാൻ തുടങ്ങിയാലെന്ന് വെച്ചിട്ട് ഞാനൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കി. അപ്പോൾ ആ വിഷൻ ബോർഡിൽ ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 70% ഞാൻ അച്ചീവ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കീറി ഒട്ടിക്കുക അങ്ങനത്തെ ഒരു സെറ്റപ്പിലായിരുന്നില്ല ഞാൻ ചെയ്തത്. ഞാൻ എന്ത് ചെയ്ത് ക്യാൻവയിൽ മൊത്തത്തിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതൊന്ന് പ്രിൻ്റ് ചെയ്യാണ് ചെയ്തത്. പക്ഷേ ആൾക്കാർ എല്ലാവരും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രിൻ്റ് എടുത്ത് കീറി ഒട്ടിച്ച് അതും കൂടെ കുറച്ചും കൂടി എഫക്റ്റീവ് എന്നാണ് എല്ലാവരും പറയണത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്രാവശ്യം പേപ്പർ കയറി ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വിഷൻ ബോർഡ് ഞാൻ ചെറുതായിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു പിക്ക് കണ്ടോ? കാണില്ലേ? കാണില്ലേ? ഈ ഒരു പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എണീക്കണം. അത് നമുക്ക് ആർക്കും ഇല്ലാത്ത ഒരു ശീലം തന്നെ, പക്ഷെ എനിക്ക് അങ്ങനെ നേരത്തെ എണീക്കണം എന്ന് തോന്നി. അപ്പോൾ ഇതിനുള്ളൊരു 5:30 to 5:30 എനിക്കതാണ്. അപ്പോൾ ഈ പ്രാവശ്യം മുതൽ ഞാനൊരു ഇന്റേൺഷിപ്പിന് പോയി തുടങ്ങി. അപ്പോൾ എന്താണ് നേരത്തെ എണീക്കേണ്ടത്. അപ്പോൾ പിന്നെ നേരത്തെ എണീച്ച് ഇപ്പോൾ ശീലമായി. പിന്നെ രണ്ടാമത്തത് കുറച്ച് ഓർഡേഴ്സ് കിട്ടുന്നതിൻ്റെയാണ് ഈ പിങ്ക് കളർ. അത് ഞാനൊരു ക്രാഫ്റ്റ് ചെയ്യണുണ്ട്, ക്രാഫ്റ്റിൻ്റെ പേജുണ്ട്. അതിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കമ്പാരിറ്റീവ് ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല ഓർഡർ എനിക്കുണ്ടായിരുന്നു. പിന്നെ 100K ഫോളോവേഴ്സ് യൂട്യൂബിൽ ഒരു വീഡിയോ പോലും ഇടാണ്ട് 100K എങ്ങനെയാവും ഓക്കെ തിങ്ക്. ഞാൻ അധികം വീഡിയോസുകൾ ഇട്ടിട്ടില്ല. 100K ആവണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ വല്ല റൊണാൾഡോയോ മെസ്സിയോ അങ്ങനെ ആരെങ്കിലും ആണ് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴേക്ക് ഇത്ര മില്യണൊക്കെ അടിക്കാൻ. അതല്ല, അപ്പോൾ വീഡിയോ ഇടണം. അത് പിന്നെ ഞാൻ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ സ്കിൻ കെയർ, പിന്നെ വർക്കൗട്ട് കുറച്ചൊക്കെ വീട്ടിൽ ചെയ്തു തുടങ്ങി, ജിമ്മിലൊന്നും പോയില്ല. പിന്നെ അടുത്ത വേറെ അച്ചീവ്മെൻറ്റ് CMA എനിക്ക് കിട്ടണം എന്നുള്ളത്. CMA US ആണ് അടുത്തത്. ആ സമയത്ത് തുടങ്ങുന്ന സമയത്ത് ഞാൻ എക്സാം എഴുതാൻ പോകണുള്ളൂ, പക്ഷേ ഇപ്പം ഞാൻ 2 പാർട്ടും കംപ്ലീറ്റഡ് ആണ്. പിന്നെ താജ്മഹാലിൽ പോകണമെന്നുണ്ടായിരുന്നു, നടന്നില്ല. ഫ്ലൈറ്റിൽ കയറുന്നത് നടന്നില്ല. പിന്നെ എൻ്റെ റൂം ഇതുപോലെ ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്നുണ്ടായി. അത് ഏകദേശം നടന്നു. വൈറ്റ് ടേബിൾ പിന്നെ ജനാലയൊക്കെ മാറ്റി അത്യാവശ്യം നടന്നു. പിന്നെ ഇതുപോലത്തെ ഒരു ഓഫീസിൽ എനിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടായി. അപ്പം അതുപോലത്തെ ഓഫീസ് പറ്റിയ ഒരു വർക്ക് ചെയ്തില്ലെങ്കിലും ഇപ്പം ഞാൻ ഇന്ത്യയിൽ പോകുന്നത് ഇതുപോലത്തെ ഒരു ഓഫീസിലാണ്. അപ്പം 2025 വിശേഷം കഴിഞ്ഞു. ഇനി നമുക്ക് 2026 വിഷൻ ബോർഡ് സെറ്റ് ആക്കാം. ഓക്കെ, കം ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ വിഷൻ ബോർഡിൻ്റെ ഒരു 4 സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് അത് നമ്മുടെ ഗോൾ സെറ്റാക്കണം. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് സെറ്റാക്കണം. അപ്പോൾ നമുക്കത് ഫിനാൻഷ്യൽ കാര്യങ്ങളാവാം, നമുക്ക് ഇത്ര മണി വേണം, അല്ലെങ്കിൽ നമുക്ക് കരിയർ എന്താവണം എന്നുള്ള രീതിക്കാവാം. പിന്നെ നമ്മുടെ ഫാമിലി ആൻഡ് റിലേഷൻഷിപ്സ്, പിന്നെ നമുക്ക് ട്രാവൽ പോണ പിക്സ്, പിന്നെ നമുക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തിങ് എന്തൊക്കെയാണ് വേണ്ടത്, അങ്ങനത്തെ കുറച്ച് ഗോൾ ആദ്യം സെറ്റാക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം ഞാൻ എൻ്റെ കുറച്ച് ക്ലിയറാക്കി ഒരു ഗോള് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളാദ്യം പിൻട്രസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നോ നമുക്ക് പിക്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. മൂന്നാമത്തെ അത് പോയി പ്രിൻ്റ് എടുക്കാം, എന്നിട്ട് അറേഞ്ച് ചെയ്യാം, പിന്നെ ഇതെല്ലാം സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഇങ്ങനെ 4 സ്റ്റേജാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഗോളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി സെറ്റാക്കി വെച്ചിട്ടുള്ളത് നമ്മൾ പിൻട്രസ്റ്റിൽ പിക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ പിൻട്രസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിൻട്രസ്റ്റിൽ ഞാൻ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇതൊക്കെ എല്ലാവർക്കും മെയിൻലി വിഷൻ ബോർഡ് അറിയാത്ത ഗേൾസ് തോന്നുന്ന രീതിക്കാണ് നിൽക്കുന്നത്. ബോയ്സിന് ഇതേക്കും അറിയാൻ പാടില്ല വിഷൻ ബോർഡ് എന്നല്ല പിൻട്രസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിൻട്രസ്റ്റോ എന്നുള്ള രീതിക്കാണ് നിൽക്കുക. പക്ഷെ ഗേൾസിന് പിൻട്രസ്റ്റ് ഇല്ലാണ്ട് ഒരു
ഇതില്ല. അതങ്ങനെയാണ് ഗേൾസിന് പിൻട്രസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഞാൻ കാണിച്ചാൽ വിഷൻ ബോർഡ് അതെ കണ്ട 2026 ഇയർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പിക്സൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പിക്സ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പിന്നെ പ്രിൻ്റ് ഔട്ടാണ് കൊടുത്തു. അപ്പോൾ വിഷൻ ബോർഡ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഇതുപോലത്തെ ഒരു ഷീറ്റ് കണ്ടു, ഇതിലാണ് ഞാൻ പ്രിൻ്റ് എടുത്തത്. അപ്പോൾ ഇതിനൊരു 30-35 ഒക്കെ കിട്ടും എല്ലായിടത്തും. അപ്പം ഇത് കട്ടിയിരുന്നോട്ടെ, ആർഭാടത്തിൻ്റെ ഒരു കുറവ് വേണ്ടെന്ന് വെച്ചിട്ട് ഇത് നല്ല ഷീറ്റിലൊക്കെ എടുത്തതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ സാധാ നമ്മുടെ പേപ്പറിൽ പ്രിൻ്റ് എടുത്താലും കുഴപ്പമില്ല. അപ്പം ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. പിന്നെ വേറെ ഒരു പ്രിൻ്റ് കൂടി എടുത്തിട്ടുണ്ട്, അത് ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ചെയ്യണത് ഈ ഒരു ഫോം ബോർഡിലാണ്. അപ്പോൾ ഇതിൽ ഇത്രയും എനിക്ക് തോന്നുന്നു ഇതൊരു 12 ഇഞ്ചിനെങ്ങാട് 30 അങ്ങനെ എത്ര സംതിങ് ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞാൻ കുറേ പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ കുറച്ച് വൈറ്റ് ബോർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം പിക്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും അറേഞ്ച് ചെയ്ത് നോക്കണം. അറേഞ്ച് ചെയ്ത് നോക്കിയിട്ട് സ്റ്റിക്ക് ചെയ്യാനായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെ എന്തൊക്കെ കോഞ്ഞടിയൊക്കെ പോകും. അപ്പം 2026 നടക്കാൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് നടുക്കനെ വയ്ക്കാൻ വേണ്ടി 2026 ഈസ് മൈ ഇയർ. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ വയ്ക്കാൻ വേണ്ടി കുറച്ച് നോക്കട്ടെ, അറേഞ്ച് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാം. അത്ര നമ്മൾ ഗമ്മെടുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യാം, അത്ര മാത്രമേ ഇനി സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ റെഡി ആയിട്ട് കാണിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ നമ്മുടെ വിഷൻ ബോർഡ് എല്ലാം കട്ട് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ ക്യാമറ സെറ്റ് ചെയ്ത് പ്രിൻ്റ് എടുക്കുകയും ചെയ്തത്. പക്ഷേ ഇത് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷെ നല്ല രസമാണ്, ചെയ്തുകൊണ്ടിരിക്കാൻ രസമാണ്. കഴിഞ്ഞു. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ മെയിനായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് ക്രാഫ്റ്റ്, ബ്യൂട്ടി ആൻഡ് ട്രാവൽ റിലേറ്റഡ് വീഡിയോസാണ്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.